ടോം ക്രൂസിൻ്റെ മിഷൻ ഇമ്പോസിബിൾ സിനിമയുടെ പുതിയ പതിപ്പിൻ്റെ ഇന്നലത്തെ കേരള കളക്ഷൻ 66 ലക്ഷമാണ്. 2 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും സിനിമ 1,07,00,000 രൂപയാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ലവ്ലി സിനിമയുടെ ഇന്നലത്തെ കളക്ഷൻ 8 ലക്ഷമാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ലവ്ലി സിനിമ 30 ലക്ഷമാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ടൂറിസ്റ്റ് ഫാമിലി സിനിമയുടെ ഇന്നലത്തെ കേരള കളക്ഷൻ 9 ലക്ഷമാണ്. 18 ദിവസങ്ങൾ കൊണ്ട് 1,43,00,000 രൂപയാണ് ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമ കേരളത്തിൽ നിന്നും കളക്ഷൻ നേടിയിരിക്കുന്നത്. പടക്കളം സിനിമയുടെ ഇന്നലത്തെ കേരള കളക്ഷൻ 1,10,00,000ആണ്. 11 ദിവസം കൊണ്ട് 6,60,00,000 രൂപയാണ് സിനിമ കേരളത്തിൽ നിന്നും കളക്ഷൻ നേടിയിരിക്കുന്നത്. സർക്കിട്ട് സിനിമയുടെ ഇന്നലത്തെ കേരള കളക്ഷൻ 8 ലക്ഷമാണ്. 11 ദിവസം കൊണ്ട് 2,05,00,000 രൂപയാണ് സർക്കിട്ട് സിനിമ കേരളത്തിൽ നിന്ന് കളക്ഷൻ നേടിയിരിക്കുന്നത്. ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയ്ക്ക് ഇന്നലെ കേരളത്തിൽ നിന്നും 1,50,00,000 രൂപയാണ് കളക്ഷൻ ലഭിച്ചത്. പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയുടെ 10 ദിവസത്തെ കേരള കളക്ഷൻ 9,81,00,000 രൂപയാണ്. ആസിഫ് അലിയുടെ മാസ് ആക്ഷൻ ചിത്രമായ ടിക്കി ടാക്ക സിനിമയുടെ റിലീസ് ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട്. ക്രിസ്മസ് റിലീസായിട്ട് ഈ വർഷം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് സിനിമയുടെ ടീം ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നത്. സിനിമയിൽ ഒരു ആക്ഷൻ സീന് ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ആസിഫ് അലിക്ക് പറ്റിയ പരിക്ക് കാരണം കുറേ കാലം സിനിമയുടെ ചിത്രീകരണം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ടൊവിനോ തോമസിൻ്റെ നരിവേട്ട സിനിമയുടെ പുതിയ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. മെയ് 23-നാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സൂര്യ നായകനാക്കി ലക്കി ഭാസ്കർ സിനിമയുടെ ഡയറക്ടറായ വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പൂജ എന്ന് കഴിഞ്ഞിട്ടുണ്ട്. മമിത ബൈജു സിനിമയിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് GV പ്രകാശ് കുമാറാണ്. വീക്കെൻഡ് യൂണിവേഴ്സിലെ രണ്ടാമത്തെ ചിത്രമായ ഡിറ്റക്റ്റീവ് ജൽ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ നാളെ റിലീസ് ചെയ്യും. മെയ് 23-നാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ദഗ് ലൈഫ് സിനിമയുടെ കിടിലൻ ട്രെയിലർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. എന്തായാലും ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് നമ്മൾ കണ്ടുമുടുത്ത ഒരു സ്റ്റോറി ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. കമൽഹാസൻ എഴുതിയ പഴയൊരു നോവൽ മണിരത്നം തൻ്റേതായുള്ള രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ജൂൺ 5-നാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സിനിമയുടെ സെൻസറിങ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. US സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 2 മണിക്കൂറും 45 മിനിറ്റും 22 സെക്കൻഡുമാണ് സിനിമയുടെ ഡ്യൂറേഷൻ. ദഗ് ലൈഫ് സിനിമയ്ക്ക് എതിരാളിയായിട്ട് ജൂൺ 6-ന് ധ്യാൻ്റെ ദഗ് എന്ന സിനിമയും റിലീസിന് എത്തുന്നുണ്ട്. എന്തായാലും ഈ ഒരു ക്ലാഷ് റിലീസിൽ ആരായിരിക്കും വിന്നർ ആവുക? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.